ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഈ റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുൺ എന്നറിയപ്പെടുന്ന ഒരു വിദ്വാനാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇദ്ദേഹം വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്, പണ്ഡിതനാണ്, ചിന്തകനാണ്, ദാർശനികനാണ്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ കുതിരപ്പുറത്ത് കയറി പോയ ആദ്യത്തെ മലയാള മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹമാണ്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ എവിടെയാണ്, കർണാടകത്തിലൊരു സ്ഥലത്ത് ഒരു മലയാളി ഓടിച്ചിരുന്ന ലോറി മലയിടിയിൽപ്പെട്ട് പുഴയിലേക്ക് പോയി. എന്താ ഉറക്കം വരുന്നു. അത് പുഴയിലേക്ക് പോയ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം, ഈ പാവപ്പെട്ട ഡ്രൈവർ അതിൻ്റെ അത് മരിച്ചുപോയി. ഒന്നുകിൽ പുഴയിൽ വെള്ളം കുടിച്ച് മരിച്ചു, അല്ലെങ്കിൽ മേല് മണ്ണ് വീണ് അദ്ദേഹം കാലപുരി പോയി എന്നുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പക്ഷേ മൊട്ട അത് സമ്മതിക്കുകയില്ല. പുള്ളി അവിടെ പോയിട്ട് വലിയ റിപ്പോർട്ടിംഗ് ആണ്. വലിയ റിപ്പോർട്ടിംഗ് ഇല്ല, മുടിഞ്ഞ റിപ്പോർട്ടിംഗ്. ഇതാ ഇയാൾ ജീവനോടെ ഉടനെ കിട്ടും, ഇവിടെ തുരന്നാൽ മതി, ഇവിടെ കുഴിച്ചാൽ മതി. എവിടെ കുഴിക്കാനാണ്? അവസാനം കർണാടക സർക്കാർ പ്രൊക്ലൈനും JCB ഒക്കെ കൊണ്ടുവന്ന് മല മുഴുവൻ മാറ്റി. ലോറിയുടെ പൊടി പോലും കാണാനില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പ്രവർത്തനം കണ്ട കന്നഡികർ ഓടിച്ചിട്ട് തല്ലും എന്ന അവസ്ഥ. എന്ന് വെച്ചാൽ പുള്ളിക്ക് ആ ഒരു ചളിപ്പില്ല, ചളിപ്പ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കാണ്. ഈ ചാനലിൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പുള്ളി കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങൾ, കോപ്രായങ്ങൾ കണ്ടാൽ സത്യം പറഞ്ഞ ഈ മാപ്പറകളെയൊക്കെ നമുക്ക് മുരുക്കുമ്പത്തിൽ വെട്ടിയടിക്കുന്നു. അങ്ങനെ വലിയ തോതിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അത് വെറുതെ അല്ല കേട്ടോ. ഈ മരമുറി ചാനൽ ഇപ്പോൾ ഇങ്ങനെ 8ാം റേറ്റിംഗിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഗുരുവായ ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലുമായിട്ടാണ് 2ാം സ്ഥാനത്തിന് വലിയ മത്സരം. ഈ ആഴ്ച 24 ആണെങ്കിൽ അടുത്ത ആഴ്ച മരമുറിയാണ്, അടുത്ത ആഴ്ച മരമുറിയാണെങ്കിൽ പിന്നത്തെ ആഴ്ച 24 ആണ്. അങ്ങനെ 2ാം സ്ഥാനത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വേള 1ാം സ്ഥാനത്തിൻ്റെ അടുത്ത് വരെ മരമുറി എത്തിക്കാൻ പുള്ളിക്ക് സാധിച്ചു. നിർത്തി അവമാനിക്കുവാണെന്ന്. കാരണം ഈ മലയാളത്തിൽ TV കാണുന്ന ആൾക്കാർ അധികം മന്ദബുദ്ധികളായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാനൽ കാണാൻ ഒരുപാട് ആളുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ കോമാളിത്തരം കാണാനായിട്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ വൃത്തികേടുകൾ കാണാനായിട്ട്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ മുട്ട വന്നേക്കും ഈ പരിപാടിയുണ്ട്. ഇപ്പോൾ അതൊക്കെ കടന്നു, അതിൻ്റെയൊക്കെ കൂടിയ സ്റ്റേജാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, മുട്ട ചാനലിൽപ്പെട്ട ഒരു വിഡ്ഢി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അവർ വിഡ്ഢി എന്നല്ല പറയണ്ടേ, ശരിക്കും പത്രത്തിലടിക്കാൻ കൊള്ളാത്ത വാക്ക് ഈ തെണ്ടിയെക്കുറിച്ച് പറയുന്നത്. തെണ്ടി എന്നുള്ള വാക്കും സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. കാരണം തെണ്ടികളെ എനിക്കെതിരായിട്ട് ബാനഷ്ടത്തിന് കേസ് കൊടുക്കും. ഇവൻ്റെ പേര് ഷഹബാസ് എന്നോ മറ്റോണ്. ഒരു എംബോക്കി എന്ന് പറഞ്ഞാൽ ഇത് വലിയ തെറ്റില്ല. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് വരുന്ന ഒപ്പന ടീമിൽപ്പെട്ട ഒരു കുട്ടിയോട്, മണവാട്ടിയുടെ വേഷം ധരിച്ചിരിക്കുന്ന കുട്ടിയെടുത്ത് അവൻ്റെ മൂരി ശൃംഗാരം കണ്ടല്ലോ, മതിലിനോട് ചേർത്ത് നല്ല ഇടി കൊടുക്കാൻ തോന്നും. എനിക്കതാ തോന്നി. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. അത് കാണുന്ന നിങ്ങൾക്കും അത് തന്നെ തോന്നും. അതിൻ്റെ വിഷ്വൽസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല കാണിക്കാത്തത്, അത്രയും അശ്ലീലമായതുകൊണ്ടാണ്. ഇവരൊക്കെ മാധ്യമ പ്രവർത്തകനാന്ന് പറയുന്നത് മാധ്യമ ലോകത്തിന് അവമാനമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇയാൾ കാണിക്കുന്ന വൃത്തികേട് കണ്ടപ്പോഴാണ് സത്യത്തിൽ ബോച്ചെ എത്ര പുണ്യവാനാണ്, എത്ര വിശുദ്ധനാണ് എന്ന് നമുക്ക് തോന്നുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അനുകൂലിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ മുട്ട നടത്തുന്ന പരാമർശങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വല്ല ഇടിവെട്ടുണ്ടായിട്ട് ഇവൻ്റെ ചാനൽ കത്തിപ്പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ഇത്രയും ആഭാസന്മാരാണ്, ഇത്ര വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താഴ്ന്നവന്മാരാണ് ഈ ചാനൽ പ്രവർത്തിയും കൊണ്ടെടുക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഇവർ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു അന്തസ്സുണ്ട്. ലൈംഗിക തൊഴിലാളികളുടെ ജോലിക്ക് പോലും ഒരു അന്തസ്സുണ്ട്. അതിന് തന്നാരും വിളിച്ചില്ല, വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ കാണിക്കുന്ന ഈ വൃത്തികേട്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഇതിനേക്കാളും വൃത്തികെട്ട വാക്കുകൾ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകളുടെ മനോനില ആലോചിച്ചിട്ട് മാത്രമാണ് ഇത് പറയാത്തത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.